സ്വതന്ത്ര ഇന്ത്യയുടെ പാർലമെന്റിൽ ചരിത്രത്തിലാദ്യമായി സ്പീക്കർ മത്സരത്തിന് കളമൊരുങ്ങി. ഓം ബിർളയെ വീണ്ടും സ്പീക്കറാക്കാൻ NDA ഒരുങ്ങുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉറപ്പു നൽകാതിരുന്നതോടെയാണ് പ്രതിപക്ഷം മത്സരിക്കാനും തീരുമാനിച്ചത്. പതിവ് പോലെ സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷവുമായി സമവായത്തിലെത്താനായിരുന്നു NDAയുടെ നീക്കം. രാജസ്ഥാനിലെ കോട്ട നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഓം ബിർളയെ വീണ്ടും സ്പീക്കറാക്കാൻ NDA ഒരുങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം പിന്തുണ നൽകിയിരുന്നു. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകണമെന്ന് ഇന്ത്യ സഖ്യം ആവശ്യമുയർത്തിയതോടെ അതിന് വഴങ്ങേണ്ട എന്നായി ഭരണപക്ഷം. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സമവായത്തിന് 3 തവണ മല്ലികാർജുൻ ഖർഗെയുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നതോടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ പോരാട്ടത്തിന് ലോക്സഭയിൽ കളമൊരുങ്ങി. 18ാം ലോക്സഭയിലെ ഏറ്റവും പരിചയസമ്പന്നനായ കൊടിക്കുന്നിൽ സുരേഷിനെ ഓം ബിർളയ്ക്കെതിരെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് 100 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 2 പ്രാവശ്യം നിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ സ്ഥാനവും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അർഹതപ്പെട്ടതാണ്. അതുമാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. അർഹതപ്പെട്ട സ്ഥാനം മാത്രമേ ചോദിച്ചുള്ളൂ. ലോക്സഭയിൽ തുടർന്നു വരുന്ന കീഴ്വഴക്കം പാലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. അതിനുപോലും തയ്യാറാകാതെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഞങ്ങൾ അൺകണ്ടീഷണലായിട്ട് അവരെ പിന്തുണയ്ക്കണം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്പീക്കർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായില്ല. 8ാം തവണ MP ആകുന്ന കൊടിക്കുന്നിലിനെ തേടി പ്രോടൈം സ്പീക്കർ സ്ഥാനം എത്തുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ സീനിയോറിറ്റി മറികടന്ന് BJP MP മെഹ്താബിനെ പ്രോടൈം സ്പീക്കറാക്കുകയായിരുന്നു. പക്ഷേ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നതയുണ്ട്. തങ്ങളോട് ആലോചിക്കാതെയാണ് മത്സര തീരുമാനമെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. 290 MPമാരുള്ള NDA സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ 300 കടന്നാൽ അത് തിരിച്ചടിയാകുമെന്നാണ് തൃണമൂൽ വാദം. ന്യൂസ് മലയാളം, ഡൽഹി.